പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥൻ്റെ മരണം ഇടതുമുന്നണി യോഗത്തിൽ RJD ഉന്നയിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് കർശന നിർദ്ദേശം കൊടുക്കണമെന്ന് യോഗത്തിൽ RJD ആവശ്യപ്പെട്ടു. വിമർശനത്തിന് പക്ഷേ മുഖ്യമന്ത്രി മറുപടി കൊടുത്തില്ല. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം മാലിക്, പറയൂ വിവരങ്ങൾ. SKN 24 പുറത്തുവിട്ട പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് ഇടതുമുന്നണി യോഗത്തിലും ചർച്ചയാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. RJD ആണ് ഇന്നലെ ചേർന്ന LDF യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വിമർശനം ഉന്നയിച്ചത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തണം, അതിൻ്റെ ഭാഗത്ത് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണം. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകൾ പറ്റിയെന്ന് RJD പറഞ്ഞു. മാത്രമല്ല SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളെ കോളേജിൽ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കേണ്ടതുണ്ട്. പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ ഈ വിഷയത്തിൽ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ നിലയിൽ RJD വിമർശനം ഉന്നയിച്ചത്. പക്ഷേ ഈ വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി ഒന്നും പറഞ്ഞില്ല. ഈ വിഷയം ചർച്ച ചെയ്യാതെ കടന്നു പോവുകയായിരുന്നു. അതേസമയം ഇതേ വിഷയത്തിൽ തന്നെ CPI ഉൾപ്പെടെ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകളോട് അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നിലയിലൊരു ചർച്ച ഇടതുമുന്നണിയിൽ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. RJD ആ വിമർശനം ഇടതുമുന്നണി യോഗത്തിൽ ഉന്നയിച്ചു. അതിനപ്പുറത്തേക്ക് പുറത്ത് CPI ഉൾപ്പെടെയുള്ള നേതാക്കളും വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ ആ വകുപ്പ് CPIയുടെ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയും ആയതുകൊണ്ട് തന്നെ ഒരു പ്രകടമായ ഇടതുമുന്നണി യോഗത്തിൽ CPI പേരെടുത്ത് മന്ത്രിസഭയോ സർക്കാരിനെയോ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുമില്ല. SKN. സലീം മാലിക്.